കഴിഞ്ഞ ദിവസം താനെയിൽ ഒരു സംഭവമുണ്ടായി. ഇത് വലിയ രാഷ്ട്രീയ വിവാദമായി ഇപ്പോൾ കത്തിപ്പടരുകയാണ്. താനെയിൽ വീർ സവർക്കർ ശാഖ എന്നറിയപ്പെടുന്ന ഒരു ശാഖയിൽ, അത് കൂടുതലും കുട്ടികളാണ് ആ ശാഖയിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നത്. ആ ശാഖയിൽ ഒരു കല്ലേറുണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഈ കല്ലേറിന് പിന്നാലെ ഉണ്ടായ കോലാഹലങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഡോബി വില്ലയിലെ ഖമ്പൽപാട മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘിന്റെ ശാഖയ്ക്ക് നേരെയാണ് അജ്ഞാതരായ ചിലർ കല്ലേറ് നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട്. സോഷ്യൽ മീഡിയയിൽ ഈ റമദാൻ മാസത്തിൽ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾ എന്ന് പറഞ്ഞ് ഈ അജ്ഞാതരായിട്ടുള്ള ആൾക്കാർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇരമ്പുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. പോലീസ് ഇതിൽ കേസെടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ലാതെ വേറൊരു സുപ്രധാനമായിട്ടുള്ള ഒരു നടപടി കൂടി ഇപ്പോൾ വിവാദത്തിലേക്ക് പോയിട്ടുണ്ട്. 8 മണിയോടെ, അതായത് രാത്രി 8 മണിയോടെ കുട്ടികൾ പരിശീലനം നേടിക്കൊണ്ടിരിക്കുമ്പോൾ അജ്ഞാതരായിട്ടുള്ള ചില ആളുകൾ സമീപത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് ഈ ശാഖയിലേക്ക് കല്ലുകൾ വലിച്ചെറിയുകയായിരുന്നു. എന്നാൽ അവിടെ കുട്ടികൾക്ക് യാതൊരുവിധ പരിക്കും പറ്റാതെ അവർ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ കല്ലേറ് സംഭവത്തിൽ ആർക്കും പരിക്കില്ല. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ തിലക് നഗർ പോലീസ് ഈ അജ്ഞാത വ്യക്തികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ 4 പേരും കുട്ടികളാണ് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സംഭവത്തെ തുടർന്ന് പോലീസ് വലിയ സുരക്ഷയാണ് ഈ പ്രദേശത്ത് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ വീർ സവർക്കർ ശാഖയാണ് ഈ ശാഖ പ്രസിഡന്റായിട്ടുള്ള സഞ്ജു ചൗധരിയുടെയും അധ്യാപകൻ പവൻകുമാറിന്റെയും നേതൃത്വത്തിൽ കഴിഞ്ഞ 3 മാസമായിട്ടാണ് ഈ ശാഖ പ്രവർത്തിക്കുന്നത്. ഇവിടെ കുട്ടികളാണ് പ്രധാനമായും പരിശീലനം നേടിവരുന്നത്. കല്ലേറിന്റെ കാരണം ഇതുവരെ അറിവായിട്ടില്ല. സംഭവത്തിന്റെ വെളിച്ചത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ പോലീസ് കനത്ത സുരക്ഷ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രദേശത്തെ തുറന്ന സ്ഥലത്താണ് ഈ ശാഖ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. സംഭവത്തിന് ശേഷം കല്ലെറിഞ്ഞ ആക്രമികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് RSS ഒരു വമ്പൻ റാലി താനെയിൽ നടത്തിയതും വലിയ രീതിയിലുള്ള ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ കല്ലേറ് ഇത് ആദ്യമായിട്ടല്ല ഈ ശാഖയിൽ നടക്കുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം. ഈ ശാഖയെ ഉന്നം വെച്ചുകൊണ്ട് പല ആൾക്കാരും നേരത്തെയും ഈ ശാഖയ്ക്ക് നേരെ കല്ലെറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. എന്നാൽ ഇതിനുശേഷം വന്ന വേറൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയും ഈ വാർത്തയുടെ പശ്ചാത്തലത്തിൽ കൂട്ടിക്കെട്ടി വിവാദങ്ങളിലേക്ക് എത്തിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. അതായത് മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ വരുന്നുണ്ട്. ഈ ബുള്ളറ്റ് ട്രെയിൻ പുരോഗതിയുടെ ഭാഗമായി ഈ ബുള്ളറ്റ് ട്രെയിൻ പോകുന്ന വഴിയിലുള്ള അനധികൃത നിർമ്മാണങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം ത്വരിതഗതിയിൽ, അതായത് ഈ ശാഖയ്ക്ക് കല്ലെറിഞ്ഞ അതേ ദിവസം തന്നെ പൊളിച്ചു നീക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനും സാധിച്ചു. ഈ ശാഖയ്ക്ക് കല്ലെറിഞ്ഞതിനുള്ള പ്രതികാരമാണ് ഇത് എന്നാണ് ഇപ്പോൾ പറഞ്ഞു പരത്തുന്നത് പല ആൾക്കാരും. എന്തായാലും താനെ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ വികസനത്തിന് അനധികൃത കെട്ടിടം തടസ്സമായി നിന്നിരുന്നത് പൊളിച്ചു മാറ്റിയതാണ്. ഇപ്പോൾ ഈ ശാഖയ്ക്ക് കല്ലെറിഞ്ഞത് കൊണ്ടാണ് ഈ കെട്ടിടം പൊളിച്ചു മാറ്റുന്നത് എന്നുള്ള രീതിയിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പടച്ചുവിടുന്നുണ്ട്. എന്തായാലും ഈ പൊളിച്ചു മാറ്റൽ നടന്നത് മാർച്ച് 9 എന്നുള്ളതാണ് വേറെ പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ശാഖയ്ക്ക് കല്ലെറിഞ്ഞത് മാർച്ച് 8 രാത്രിയാണ്. ഇതോടുകൂടിയാണ് ഈ വാർത്തയുടെ പശ്ചാത്തലത്തിൽ മറ്റേതും കൂടെ കൂട്ടിക്കെട്ടി പലരും ഈ വിഷയത്തെ വലിയ രീതിയിലുള്ള വിവാദമായി ആളിക്കത്തിച്ച് ഈരവാദം ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.